ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണൂലേ ഇതുപോലെ പഴം വാങ്ങിയിട്ട് കുറച്ച് കറുത്ത് പോയത് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച്. ഇപ്പോൾ നോമ്പൊക്കെ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മൾ ഇടയത്താഴമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് എടുത്തൊക്കെ വയ്ക്കും. പക്ഷേ നോമ്പ് തുറന്ന് നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഒന്നും വേണ്ടാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെ പഴമൊക്കെ ബാലൻസ് വരും. അപ്പോൾ അങ്ങനെ ബാലൻസ് വരുന്ന പഴം വെറുതെ കളയണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചെറുപഴം ഇതുപോലെ അരിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുത്തിട്ട്, നോൺ സ്റ്റിക്ക് പാൻ ആയിരിക്കും കൂടുതൽ നല്ലത്, നമുക്ക് ആ പഴം ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ ഈ ചെറുപഴം ഇപ്പോൾ ഞാനെടുത്തേക്കണത് ഞാലിപ്പൂവൻ എന്ന് പറയുന്ന പഴമാണ്. ഞാലിപ്പൂവൻ പഴം വെച്ചിട്ടോ പൂവൻ പഴം വെച്ചിട്ടോ അങ്ങനെ ഏത് പഴം വെച്ചിട്ടും ചെയ്യാം. ഏത്തപ്പഴമാണെങ്കിൽ ഒന്ന് പുഴുങ്ങിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ, എന്നാലാണ് അത് വേഗം വെന്തിട്ടുള്ളൂ. ഏത്തപ്പഴം വെച്ചിട്ട് ചെയ്താലും സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഈ പാളയം പഴം അത് വെച്ചിട്ട് ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അതിന് ചെറിയ പുളിപ്പുണ്ടല്ലോ, അപ്പോൾ പുളിപ്പില്ലാത്ത ടൈപ്പ് പഴങ്ങൾ എടുത്താൽ മതി. എന്നിട്ടത് നല്ലപോലെ അതൊന്ന് ചൂട് കയറുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് വരും കേട്ടോ. ഞാലിപ്പൂവൻ പഴം പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ അത് ഇതുപോലെ നല്ലപോലെ ഉടഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 സ്പൂണ് 2 നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തേങ്ങ വേണം കേട്ടോ മെയിനായിട്ട്. അപ്പോൾ തേങ്ങ നമ്മുടെ ഇഷ്ടത്തിന്, ഇപ്പോൾ പഴത്തിൻ്റെ അളവനുസരിച്ച് പിന്നെ തേങ്ങ എന്തോരം കഴിക്കാൻ ഇഷ്ടമുണ്ടോ അത്രയും തേങ്ങ ഇടാം. തേങ്ങ എത്ര ഇട്ടാലും ടേസ്റ്റ് കൂടുതലാണ്. ഇനി തേങ്ങ ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ ഉണ്ടാക്കിയൊക്കെ എടുക്കാം. പക്ഷേ തേങ്ങ ഇട്ട് ഉണ്ടാക്കിയെടുക്കണം അത്രയും ടേസ്റ്റ് എന്തായാലും തേങ്ങ ഇടാതെ ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര ഓപ്ഷണലാണ്. ഞാനിവിടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കണോണ്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇപ്പോൾ മുതിർന്നവരാണ്, പഞ്ചസാര കഴിക്കാൻ പാടില്ലാത്തവരൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഇടേ വേണ്ട. ഈ പഴത്തിന് നല്ല മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ ആവശ്യം പോലെ തേങ്ങ ചേർത്ത് കൊടുക്കണ്ടല്ലോ, അപ്പോൾ ആ തേങ്ങയ്ക്കും നല്ല മധുരമാണ്. അപ്പോൾ പഞ്ചസാര ഇല്ലാതെ തന്നെ കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഒരു നുള്ള് ഉപ്പാട്ടോ. നമുക്ക് ഈ മധുരമുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് ഉരുണ്ട് വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ റവയുടെയും അളവ് പ്രത്യേകിച്ച് അളവ് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും റവയുടെ അളവ് വന്നത്. 2 3 ഒക്കെ ടേബിൾ സ്പൂൺ വേണ്ടി വരും. ഈ പഴത്തിൻ്റെ ആ ഒരു നനവ് തീരണ ആ ഒരു പരുവം വരെ നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നാൽ ഒരുപാട് ഡ്രൈ ആയി പോകാനും പാടില്ല, ചെറിയൊരു നനവ് വേണം താനും. ആ ഒരു രീതിയിലാണ് റവ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ആ റവ ഇട്ടിട്ട് നമുക്ക് ഇളക്കി എടുക്കുമ്പോൾ മനസ്സിലാവും. നമുക്കൊരു ഉരുട്ടി ഒരു മാവ്, നമ്മൾ ഈ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിന് ഒരു ഉരുട്ടി എടുക്കാൻ പാകത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസി വേണം. അപ്പോൾ ആ രീതിക്ക് വേണം റവ ഇട്ട് കൊടുക്കാൻ. അങ്ങനെ റവ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതാ ഇതുപോലെ അങ്ങനെ ഉരുണ്ട് നന്നായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും. ഈ സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ ഇപ്പോൾ അത് ഉരുട്ടാൻ പാകമായി എന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു പരുവം എത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് മുമ്പായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഈ തേങ്ങയുടെ ആ ഒരു മധുരവും പഴത്തിൻ്റെ മധുരവും തന്നെ അധികം കേട്ടോ. പിന്നെ കുട്ടികൾക്കായതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഈ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം തീ ഓഫ് ചെയ്യാൻ. പിന്നെ ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിങ്ങനെ ഉരുട്ടി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇഫ്താറിൻ്റെ ആ തിരക്കിലാണ് ഉണ്ടാക്കുന്നത്, വൈകുന്നേരത്തെ സ്നാക്കായിട്ട്. അപ്പോൾ എനിക്ക് വേറെയും ജോലികളുണ്ട്, ബാങ്കും കേൾക്കാനായതുകൊണ്ട് ഞാൻ ഒരുപാട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കൈകൊണ്ട് തൊടാൻ പറ്റണ ചെറിയൊരു ചൂടായപ്പോൾ വേഗം തന്നെ ഞാനത് ഉരുട്ടാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സമയമൊക്കെ ഉള്ളപ്പോഴേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂടാറിയിട്ട് നമുക്കിങ്ങനെ ഉണ്ട പിടിച്ചെടുക്കാം. അപ്പോൾ ഈസി ആയിരിക്കും. ഇപ്പോൾ ചൂടോടുകൂടി തന്നെ ചെയ്യുമ്പോൾ കൈക്കൊക്കെ ഒരു അപ്പോൾ നമുക്കിങ്ങനെ കുഴയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അത് ചൂടായതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ ഇത് കുഴയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. വെറുതെ അങ്ങോട്ട് ഉരുട്ടിയാൽ നന്നായിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടയായി കിട്ടും. അപ്പം ഞാൻ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതിന് ഒരു ഡൗ പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നമ്മൾ നെയ്യൊക്കെ ചേർത്തേക്കണോണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. എങ്ങും നോൺ സ്റ്റിക്കിൻ്റെ പാനും ആണല്ലോ, അപ്പോൾ എങ്ങും ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. ഈ പാനിൽ തന്നെയാണ് ഞാനിനി ഇത് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ശരിക്കും നമ്മളിപ്പോൾ ഈ ഉരുട്ടിയെടുക്കണ പാകം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പലഹാരം റെഡിയാണ്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് നമുക്ക് കഴിച്ചാൽ മതി. പിന്നെ ഞാൻ ഒന്നും കൂടി ഒരു ഡെക്കറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ പാനിൽ തന്നെ ഒന്നും കൂടി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഷാലോ ഫ്രൈയും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏത് ഷേപ്പിലാണോ ആക്കാൻ ഇഷ്ടം ആ ഷേപ്പിലാക്കി എടുക്കാം. ഉരുട്ടി ഉണ്ട പിടിച്ചിട്ട് ബോൾസ് ആക്കണോ, അതല്ല കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കണോ, അല്ലെങ്കിൽ ഉന്നക്കായിൻ്റെ ഷേപ്പ് ആക്കണോ, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് ആക്കണോ, ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തതാണ് 2 എണ്ണം. അപ്പോൾ മോൾക്ക് ഉന്നക്കായിൻ്റെ ഷേപ്പ് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവളാണ് എനിക്കിതെല്ലാം ഷേപ്പ് ചെയ്ത് തന്നത്. അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് ആ പാനിൽ തന്നെ ഒന്നും കൂടി ഒന്ന് ഫ്രൈ പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒറ്റ പാനിലാണ് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ചെയ്തെടുത്തത്.
അപ്പോൾ ഇത് ഫ്രൈ ആക്കാൻ എടുത്തിട്ട് അടുത്ത ജോലികൾക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരിയ ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തത്. പക്ഷേ കുറച്ചും കൂടി ഗോൾഡൻ ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ദേ ഞാനതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആട്ടെ നമ്മുടെ പലഹാരം നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, മുതിർന്നവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ പഴവും വെറുതെ കളയണ്ട, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.